ഇപ്പോൾ 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിലും വരും ദിവസങ്ങളിൽ ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് സൊമാറ്റോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.4% ഉയർന്ന് 198 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.73 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 496, 52 വീക്ക് ഹൈ 207, 52 വീക്ക് ലോ 72.55. ഉയർന്ന വാല്യൂഷനിലും 52 വീക്ക് ഹൈക്ക് അടുത്തും ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സൊമാറ്റോ. അതേസമയം സൊമാറ്റോ ഉൾപ്പെടെയുള്ള ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനികൾക്ക് മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇപ്പോഴത്തെ മാക്രോ ഫാക്ടേഴ്സ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ് മോഡലുള്ള കമ്പനികൾക്ക് അനുകൂലമാണെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോർഗൻ സ്റ്റാൻലി സൊമാറ്റോയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 21% അപ്സൈഡിൽ 235 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ റീസെൻ്റ്ലി സൊമാറ്റോ ബ്ലിങ്കിറ്റ് എന്ന ക്വിക്ക് കൊമേഴ്സ് സെക്ടറിലെ കമ്പനിയെ അക്വയർ ചെയ്തിരുന്നു. ഇത് സൊമാറ്റോയുടെ ബിസിനസ് മോഡലിലും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയിലും വളരെ നിർണായകമായ പങ്ക് വഹിക്കും എന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സൊമാറ്റോ എന്ന സ്റ്റോക്ക് 160% റിട്ടേൺ നൽകി ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. സൊമാറ്റോയ്ക്ക് മോർഗൻ സ്റ്റാൻലി കൂടാതെ മറ്റ് പല ബ്രോക്കേജ് ഏജൻസികളുടെ അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകുന്നുണ്ട്. സൊമാറ്റോ എന്ന സ്റ്റോക്കിന് 175 സപ്പോർട്ട് ലഭിച്ചേക്കുമെന്നും 205 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരുമെന്നും വചന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടെക്നിക്കൽ അനലിസ്റ്റ് പറയുന്നുണ്ട്. കൂടാതെ 185, 180 തുടങ്ങിയ സോണുകൾ സൊമാറ്റോയുടെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്നും 200, 205 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 205 മുകളിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സൊമാറ്റോയിൽ നെക്സ്റ്റ് ലെഗ് ഓഫ് റാലി പ്രതീക്ഷിക്കാമെന്നാണ് ഏഞ്ചൽ വണ്ണിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. റെലിഗർ എന്ന ബ്രോക്കേജ് ഏജൻസി സൊമാറ്റോയെ കറണ്ട് പ്രൈസിൽ ബൈ ചെയ്യാനും 210 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. 190 രൂപ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ക്വാർട്ടർലി റിസൾട്ട് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 189 കോടി രൂപയുടെ ലോസിൽ നിന്നും 175 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് സ്റ്റോക്ക് എത്തിയിരുന്നു. കൂടാതെ കമ്പനിയുടെ റവന്യൂ 2056 കോടിയിൽ നിന്നും 3582 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താനും സാധിച്ചു. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ 210, 215 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യുക. 190 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസായി പരിഗണിക്കുക. രണ്ടാമത്തേത് റൗട്ട് മൊബൈൽ ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 13% ഉയർന്ന് 52 വീക്ക് ഹൈക്ക് അടുത്തെത്തിയ സ്റ്റോക്കാണ് റൗട്ട് മൊബൈൽ ലിമിറ്റഡ്. റൗട്ട് മൊബൈലുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് നാഗ്പൂർ, പൂനെ, ഹൈദരാബാദ്, ഡൽഹി തുടങ്ങിയ മെട്രോ സ്റ്റേഷൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് പേജിൽ നിന്നും ഓൺലൈനായി ടിക്കറ്റ് വാങ്ങാനുള്ള സൗകര്യം അല്ലെങ്കിൽ ടിക്കറ്റ് വാങ്ങാനുള്ള ടെക്നിക്കൽ ഫെസിലിറ്റി റൗട്ട് മൊബൈൽ എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ്. ഇവിടെ മെട്രോകളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ വാട്സപ്പ് അക്കൗണ്ട് വിസിറ്റ് ചെയ്ത് QR കോഡ് വഴിയുള്ള ടിക്കറ്റ് വാങ്ങാനുള്ള സൗകര്യമാണ് റൗട്ട് മൊബൈൽ എന്ന കമ്പനി നൽകുന്നത്. ഏകദേശം 75 ലക്ഷം ആൾക്കാരാണ് പ്രതിദിനം മെട്രോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റൗട്ട് മൊബൈൽ എന്ന കമ്പനിയും വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും. റൗട്ട് മൊബൈൽ എന്ന കമ്പനി ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കമ്പനി കസ്റ്റമേഴ്സിനും മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിനും ഇടയിൽ അഗ്രഗേറ്ററായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. റൗട്ട് മൊബൈൽ എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഇപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭിക്കുന്നു. ഒരു സമയത്ത് 2250 മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 1250 വരെ ഇടിയുകയും അവിടെ നിന്നും 1500 സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം 1770 ഉയരുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 1500 സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 2000, 2100 തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.